ലോക കേരള സഭാംഗം ദിനേശ് മൈനാട്ട് ചേരുകയാണ്. ദിനേശ്, കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ഈ പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. ഈ ഖീർഗംഗ നദി ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാമോ? ഇപ്പോൾ വരുന്ന ഈ ദൃശ്യങ്ങൾ നടക്കുന്നതാണ്, എന്താണ് പറയാനുള്ളത്? ഞാൻ ഡെറാഡൂണിലാണ്, പക്ഷെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഉത്തരകാശിയിലെ ധരാളി ഗ്രാമത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. അവിടെ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായിട്ട് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി എന്നാണ് കിട്ടിയ വിവരം. ഇവിടുത്തെ ഒരു IG-നായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. IG അവിടുത്തെ SP-നായിട്ട് സംസാരിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. SDRF ടീമും ആർമിയും എത്തിയിട്ടുണ്ട് അവിടെ. NDRF ലോക്കലായിട്ടുള്ള കുറച്ച് NDRF ടീം ഉണ്ടായിരുന്നു, അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ NDRF ടീം ഇതിനെ സെൻട്രലിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യാമെന്ന് അമിത് ഷാ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ സ്ഥിതി വളരെയധികം മോശമായിട്ടുള്ള സ്ഥിതിയാണ്. ഒരുപാട് വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ള പ്രദേശമാണല്ലേ? വിനോദസഞ്ചാരികളൊക്കെ ഈ സമയത്ത് എത്താറുണ്ടോ? അതെ. ചാർധാം യാത്രയുള്ള കാരണം വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്നുണ്ട്. അവിടെ ഹോം സ്റ്റേ ഒരുപാടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു. ഏകദേശം 60 പേരെ കാണാനില്ലെന്നാണ് അൺഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അറിയാൻ പറ്റുള്ളൂ എത്ര പേര് രക്ഷപ്പെടും എന്നൊന്നും അറിയാൻ പറ്റില്ല. 60 പേരെ കാണാനില്ല എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. അവിടെ എങ്ങനെയാ ദിവസങ്ങളായി മഴ തുടരുകയായിരുന്നോ? മുന്നറിയിപ്പുകളൊക്കെ കണ്ടിന്യൂസ് മഴയാണ്. ഉണ്ട്. മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് മഴയാണ്. 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. ഒരാഴ്ചയായിട്ട് അവിടെയൊക്കെ ഹിൽ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് മഴയാണ്. ഈ രക്ഷാപ്രവർത്തനം ദുർഘടമാകുന്ന ഒരു ഏരിയ ആണോ അത്? ഇപ്പൊ മഴ പെയ്യുകയാണോ? അതെ, മഴ പെയ്യാണ്. അതും ഒരു വല്ലാത്തൊരു ചാലഞ്ചാണ് രക്ഷാപ്രവർത്തനം. ആർമിയും SDRF ടീമാണ് ആദ്യം എത്തിയത്. അത് കഴിഞ്ഞ് ലോക്കലായിട്ടുള്ള NDRF ടീം ഡെറാഡൂണിൽ പോയിരുന്നു. പിന്നെ സെൻട്രലിൽ നിന്ന് ഇനിയും ടീമിനെ അയക്കാൻ നിന്നിട്ടുണ്ട്. ദുർഘടമായ സ്ഥലമാണ്. പിന്നെ നാട്ടുകാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്ക് അവിടുത്തെ ടെറൈനെ കുറിച്ച് അറിയുന്ന കാരണം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇത് അവിടുത്തെ ടെറൈൻ എന്ന് പറയുമ്പോൾ ഈ തട്ടുതട്ടുകളായി മലകളുള്ള ഒരു ഇടമാണ്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് താഴേക്ക് രക്ഷപ്പെടാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അല്ലെ? പോവുകയാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെയുള്ള പ്രദേശമാണോ? അതെ, അങ്ങനത്തെ പ്രദേശമാണ്. മലമ്പ്രദേശമാണ് കംപ്ലീറ്റ്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ടെറൈനാണ്. അവിടെ എത്തിപ്പെടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഈ അടുത്തടുത്തായി ഒരുപാട് വീടുകളും ഈ ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്രയധികം ആളുകളുള്ള ഒരു പ്രദേശം. ഇതിപ്പോൾ ഇന്ന് 1:30-നും 1:45-നും ഇടയ്ക്ക് ആണ് ഇത് സംഭവിച്ചതെന്നല്ലേ അറിഞ്ഞത്? അതെ. ഉച്ചയ്ക്ക് 1:30-നും 1:45-നും ഇടയ്ക്കാണ് സംഭവിച്ചത്. സംസ്ഥാന സർക്കാർ എന്തായാലും ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സംസ്ഥാന സർക്കാർ SDRF-ഉം അവിടെ ലോക്കൽ ആർമിയെ ഉടനെ എത്താൻ പറ്റി. നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങി വെച്ചിരുന്നു. അപ്പൊ NDRF-ന്റെ ടീമിനെ കുറച്ച് ടീം ഇവിടെ ഉണ്ടായിരുന്നു അയച്ചു. പിന്നെ സെൻട്രലിൽ നിന്ന് വരുന്നുണ്ട്, എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റിലൊക്കെ മലയാളികളടക്കം ജോലി ചെയ്യുന്ന സ്ഥലമാണോ? വിനോദസഞ്ചാരികളായി മലയാളികൾ ജോലിയൊന്നുമില്ല. പക്ഷെ മലയാളികൾ വിനോദസഞ്ചാരികളായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല മലയാളികളെ കുറിച്ച്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ വിനോദസഞ്ചാരത്തിനൊക്കെ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ സീസൺ അല്ലെങ്കിലും ആളുകൾ ഉണ്ടാവും അല്ലേ? ഉണ്ട്, ആളുകളുണ്ട്. ശരി. അപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനത്തിലാണ് നമ്മുടെ പ്രതീക്ഷ. ദിനേശ് മൈനാടാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ലോക കേരള സഭ അംഗമാണ് അദ്ദേഹം. താങ്ക് യു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.